ഇന്ന് മാർക്കോസ് സുവിശേഷകൻ്റെ തിരുനാളാണ്. അതുകൊണ്ട് തന്നെ മാർക്കോസ് സുവിശേഷകൻ്റെ വാക്യങ്ങളാണ് നമ്മളിന്ന് വായിച്ച് കേൾക്കുന്നത്. ഏറ്റവും അവസാനത്തെ വാക്യങ്ങളാണ് നമ്മളിന്ന് വായിക്കുന്നത്. അതിലെന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വാക്കിതാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ. ക്രിസ്തു പറഞ്ഞതാണ്. നമ്മളുടെയൊക്കെ ദൗത്യം അതാണ്. നമ്മൾ എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കണം. പോസിബിൾ അല്ലാത്ത രീതിയിൽ നമ്മളൊക്കെ കൺജസ്റ്റാണ്. എവിടെ പോയി പ്രസംഗിക്കാനാണ്? അപ്പുറത്തെ പഞ്ചായത്തിൽ പോലും പോകാൻ കഴിയാത്ത രീതിയിൽ, നമ്മളുടെ ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മളൊക്കെ കൺജസ്റ്റായി. അതിന് കാരണം രാഷ്ട്രീയ ഗൂഢാലോചനകളുണ്ട്. നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാൻ കഴിയാത്തതിൽ നമ്മൾ ഞെരുക്കപ്പെടുന്നുണ്ട്. ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും കുറേ അധികം പീഡനങ്ങൾ സഹിക്കേണ്ടി വരും. നമ്മൾ ആദിമ ക്രൈസ്തവ സഭയിലെ ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിച്ച അതേ സാഹചര്യത്തിലേക്ക് തീർച്ചയായും എത്തിപ്പെടുമെന്നുള്ള ചില സൂചനകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിനിടയിലാണ് ഈ ഗോസ്പൽ, ഈ തിരുനാൾ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ലോകമെങ്ങും പോയി നമ്മൾ സുവിശേഷം പ്രസംഗിക്കും? ഒരു കുറുക്ക് വഴി നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റവും എളുപ്പമുള്ള കുറുക്ക് വഴി എന്താണെന്ന് ചോദിച്ചാൽ അത് മീഡിയ മിഷനാണ്. അതൊരു പുതിയ കോൺസെപ്റ്റൊന്നുമല്ല, എന്നാൽ പുതിയതായി ഉപയോഗിക്കാവുന്നൊരു കോൺസെപ്റ്റാണ്. നമുക്ക് ലോകമെങ്ങും പോകാൻ പറ്റില്ല, നമ്മുടെ സാഹചര്യങ്ങൾ ചിലപ്പോഴൊന്നും അനുവദിക്കില്ല. എന്നാൽ ആ ലോകത്തെ നമ്മുടെ കൈവെള്ളയിൽ കൊണ്ടുവരാൻ പറ്റും. അതാണ് ഈ ലോകത്തിൻ്റെ പ്രത്യേകത. ടൈമും സ്പേസും നമ്മളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോണുണ്ട്. ഈ മൊബൈൽ ഫോണിൻ്റെ പ്രത്യേകത, നമ്മൾ ലോകത്തിലേക്ക് ഓടിയെത്തുന്നതിന് പകരം ആ ലോകത്തെ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ സോഷ്യൽ മീഡിയ വഴി നമ്മൾ സുവിശേഷം പറയണം, സുവിശേഷം കേൾപ്പിക്കണം, സുവിശേഷത്തിൽ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. അത് വളരെ മനോഹരമായി ചെയ്ത ഒരാൾ കത്തോലിക്ക സഭയിൽ ഫുൾട്ടൻ ശിഷ്യനാണ്. വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്നും പറയാൻ പറ്റുമെന്നൊക്കെ ചിന്തിക്കുന്ന അപ്പുറത്തൊരു കാലഘട്ടത്തിൽ അദ്ദേഹം സുവിശേഷം പറഞ്ഞു റേഡിയോയിലൂടെ. ആ സുവിശേഷ പ്രഘോഷണം ഒരു ചെറിയ ജനക്കൂട്ടത്തിൽ മാത്രം ഒതുങ്ങിയതല്ല, മറിച്ച് ഒരു രാജ്യം മുഴുവനും ആ പ്രസംഗം കേൾക്കുമായിരുന്നു. പിന്നീടത് രാജ്യം മാത്രമല്ല, ലോകത്തിലേക്ക് മുഴുവനായി ആകർഷിക്കപ്പെട്ടു. തന്നെ കേൾക്കാനുള്ള ജനം ഒരു കൂട്ടമാകണമെന്ന് ആഗ്രഹിക്കുന്നത് എത്ര ശ്രേഷ്ഠമാണ്. കാര്യം അത് സുവിശേഷമാണെങ്കിൽ, ക്രിസ്തുവിനെ കുറിച്ചാണെങ്കിൽ ഏറ്റവും നന്മയുള്ള കാര്യമല്ലേ? നമ്മൾ ഓർക്കണം, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ ക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലും ഒരു ഹാർഡ് വർക്കിൻ്റെ സമയത്ത് നിന്ന് സ്മാർട്ട് വർക്കിലൂടെ നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് പറ്റണം. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിന് നമ്മളിലേക്ക് എത്തി ക്രിസ്തുവിലേക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഇറങ്ങിപ്പോക്ക്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.